السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد فاتقوا الله يا عباد الله. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു സജ്ദയിലെ അവസാനത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഓരോരുത്തരും സമ്മേളിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സോടുകൂടി സൂറത്തു സജ്ദയുടെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. 20-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു വെക്കുന്നത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ എന്താവില്ല, ഒരിക്കലും സമമാവുകയില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വർഗമെന്ന അനുഭൂതിയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് ഉണർത്തുകയും ശേഷം എന്താണ് അവിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്, അള്ളാഹുവിനെ ധിക്കരിച്ച, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളുകൾ, അവർക്ക് എന്താണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് 20-ാമത്തെ ആയത്തിൽ പറഞ്ഞു വെക്കുന്നത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമ്മല്ലദീന ഫസഖൂ ഫമഅവാഹുമുൻ നാർ കുല്ലമാ അറാദൂ അൻ യഖ്റുജൂ മിൻഹാ ഉഈദൂ ഫീഹാ വഖീല ലഹും ذوقوا عذاب النار الذي كنتم به تكذبون. وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون. وأما الذين فسقوا എന്നാൽ അല്ലദീന യാതൊരു കൂട്ടർ ഫസഖു അവരെന്ത് ചെയ്തു, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് ധിക്കരിച്ചു, തെമ്മാടിത്തം കാണിച്ചു. ഫസഖു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖറജ അനി ത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്തു, അവർ പിന്മാറി. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഫമഅവാഹും അവരുടെ വാസസ്ഥലം, അവർ താമസിക്കേണ്ടത് എവിടെയാണ്? അന്നാർ, നരകത്തിലാണ്. കുല്ലമ അറാദു അവർ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിലെല്ലാം, കുല്ലമ എല്ലായ്പ്പോഴും, അറാദു അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം. എന്തിനാണ് അവർ ഉദ്ദേശിക്കുന്നത്? അൻ യഖ്റുജു മിൻഹാ ആ നരകത്തിൽ നിന്ന് പുറത്തു വരാൻ, ആ നരകത്തിൽ നിന്ന് പുറത്തു വരാൻ അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ഉഈദു ഫീഹാ അതിലേക്ക് തന്നെ എന്ത് ചെയ്യും, അവർ തിരിച്ചയക്കപ്പെടുന്ന. അവർ പുറത്തു പോകാൻ വേണ്ടി പരിശ്രമിക്കും, പക്ഷെ എന്ത് ചെയ്യും, വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെടും. എന്നിട്ട് വഖീല ലഹും അവരോട് പറയും. ആരാണ് പറയുന്നത്? അവിടെയുള്ള നരകത്തെ കാക്കുന്ന മലക്കുണ്ട്. നരകത്തെ കാക്കുന്ന മലക്ക് അവരോട് പറയും, ദൂഖൂ നിങ്ങൾ എന്ത് ചെയ്യാം, ആസ്വദിച്ചു കൊള്ളുക, അദാബന്നാർ നരകത്തിന്റെ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. അല്ലദി എങ്ങനെയുള്ള നരകത്തിന്റെ ശിക്ഷ? കുന്തും നിങ്ങളായിരുന്നു, ബിഹി ആ ശിക്ഷയെ തുകദ്ദിബൂൻ നിങ്ങൾ ഏതൊരു ശിക്ഷയാണോ നിങ്ങൾ കളവാക്കിയത്, ആ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നെന്ത് ചെയ്യും, അവരോട് പറയും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ആ നരകത്തിൽ എത്തിപ്പെട്ട ആളുകളുടെ ദയനീയ അവസ്ഥയാണ്. എങ്ങനെയൊക്കെ പുറത്തു പോകാൻ അവർ പരിശ്രമിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റൂല, പുറത്തു പോകാൻ സാധിക്കില്ല. വീണ്ടും എന്ത് ചെയ്യും, ആ നരകത്തിലേക്ക് എറിയപ്പെടും. ഇപ്പൊ കുറച്ചൊക്കെ ഒരു സമാധാനം ലഭിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യാം, പുറത്തു പോകാൻ വേണ്ടി പരിശ്രമിക്കുക. പക്ഷെ വീണ്ടും എന്ത് ചെയ്യും, ആ നരകത്തിലേക്ക് എറിയപ്പെടും. സൂറത്തുൽ ഹജ്ജിലെ 22-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ അവർക്ക് ബാധിച്ച നരകമെന്ന ക്ലേശത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് അവർ പുറത്തു പോകാൻ ശ്രമിക്കുമ്പോഴെല്ലാം
ഉഈദു ഫീഹാ, അതിലേക്ക് തന്നെ എന്ത് ചെയ്യും, അവർ മടക്കി അയക്കപ്പെടുന്ന. അപ്പം അവർ അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യണം, നരകത്തിൽ ശാശ്വതമായി ജീവിക്കണം എന്നാണ്. അപ്പം ആ വാക്ക് തന്നെ ശാശ്വതമായിട്ട് നരകത്തിൽ ജീവിക്കണം എന്നത് തന്നെ പേടിപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം എന്തില്ല, ഒരു സമാധാനം ഉണ്ടാവൂല എന്നുള്ളതാണ്. എന്നിട്ടോ അവിടെ എന്നൊന്നും താമസിക്കണം, എന്നാൽ പുറത്തു പോകാൻ നോക്കിയാൽ പുറത്തു പോകാൻ എന്ത് ചെയ്യൂല, പറ്റൂല. എന്നിട്ട് അവിടെ ഉള്ള ശിക്ഷയോ അതികഠിനമായ ശിക്ഷയായിരിക്കും. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നത്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നൽ ഐദി ലമൂസഖ, കൈകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബന്ധിതരായിട്ടുണ്ടാവും, കൈകൾക്ക് കൂച്ചുവിലങ്ങുകൾ അണക്കപ്പെട്ടിട്ടുണ്ടാവും. വ ഇന്നൽ അർജുല ലമുഖയ്യദ, കാലുകൾ കെട്ടിയിട്ടുണ്ടാകും. വ ഇന്നൽ ലഹ്ബ ലയർഫഉഹു, തീജ്വാലകൾ എന്ത് ചെയ്യും, അവരിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന. വൽ മലായികതു തഖ്മഉഹു, മലക്കുകൾ എന്ത് ചെയ്യും, അവരെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. അപ്പൊ ഇതാണ് നരകത്തിന്റെ അവസ്ഥ. അള്ളാഹുവെ ധിക്കരിച്ച ആളുകൾ ആ നരകത്തിൽ എന്നെന്നും ശാശ്വതരായി കഴിയേണ്ടി വരും. നരകത്തെ കാക്കുന്ന മലക്കിന്റെ പേരെന്താ? മാലിക് എന്നാണ്. സ്വർഗത്തെ കാക്കുന്ന മലക്കിന്റെ പേര്, സ്വർഗത്തെ കാക്കുന്ന മലക്കിന്റെ പേര് റിദ്വാൻ എന്നതാണ് പറയപ്പെടുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, റിദ്വാൻ എന്ന പേര് എന്ത് ചെയ്തിട്ടില്ല, ഹദീസിലോ ഖുർആനിലോ വന്നിട്ടില്ല. എന്നാൽ മറ്റേത് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്, മാലിക് എന്ന പേര്. അപ്പൊ റിദ്വാൻ എന്ന പേര് ഒരുപാട് ഉദ്ധരണികളിൽ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്തില്ല, അത് തീർപ്പ് കൽപ്പിക്കാനുള്ള തെളിവ് നമുക്കില്ല. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് എന്നാണ് നമ്മൾ പറയാം. സാധാരണ പേരായി പറയപ്പെടുന്നത് എന്താ, അസ്രാഈൽ എന്നാണ്. ആ പേര് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതേപോലെയാണ് റിദ്വാന്റെ വിഷയം. എന്നിട്ട് അടുത്ത ആയത്തിൽ അവിശ്വാസികൾക്ക് ലഭിക്കുന്ന മറ്റൊരു ശിക്ഷയെ കുറിച്ച് പറയാം. അപ്പൊ ഒരു ശിക്ഷ പറഞ്ഞു അല്ലെ, യഥാർത്ഥമായ ശിക്ഷ എന്താ, നരകത്തിന്റെ ശിക്ഷ അവർ ആസ്വദിക്കേണ്ടി വരും. ഇനി അടുത്ത ശിക്ഷ, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലനുദീഖന്നഹും, എന്തായാലും അതെയും ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യുന്ന, ഉറപ്പിച്ചു പറയാം. എന്തിൽ നിന്ന്, മിനൽ അദാബിൽ അദ്നാ, മിനൽ അദാബ് ശിക്ഷയിൽ നിന്ന്, അൽ അദ്ന, അദ്ന എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ്, നേരിയ ശിക്ഷ എന്ത് ചെയ്യും, അവർക്ക് അല്ലാഹു അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും, ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പൊ അദ്ന എന്നതിൽ നിന്നാണ് ദുനിയാവ് എന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. ദുനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത്, നിന്ദ്യമായത് എന്നൊക്കെയാണ്. ദനി എന്ന് പറഞ്ഞാൽ താഴെയുള്ളത് എന്നാണ്. അപ്പൊ ചെറിയ ഒരു ശിക്ഷ എന്ത് ചെയ്യും, ആസ്വദിപ്പിക്കുന്ന. എന്താ ഈ ചെറിയ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ അവർക്ക് പരീക്ഷണമായി ലഭിക്കുന്ന ശിക്ഷകളാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ദുനിയാവിൽ എന്തുണ്ടാവും, ശിക്ഷ ഉണ്ടാവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിക്കുന്നത്, യഅനി ബിൽ അദാബിൽ അദ്ന, ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ മസാഇബദ് ദുനിയ, ദുനിയാവിലെ മുസീബത്തുകളാണ്. വ അസ്ആമഹ, അവർക്ക് ബാധിക്കുന്ന രോഗങ്ങൾ. വ ആഫാതിഹ, ബുദ്ധിമുട്ടുകൾ. വമാ യഹില്ലു ബി അഹ്ലിഹ മിമ്മാ യബ്തലില്ലാഹു ബിഹി ഇബാദഹു ലിയതൂബു ഇലൈഹി, അവരുടെ കുടുംബക്കാർക്ക് ബാധിക്കുന്ന പരീക്ഷണങ്ങൾ. എന്തിനാണ് ഇതൊക്കെ? ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു വെച്ചിട്ടുള്ളത് എന്താ, ലിയതൂബു, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടിയിട്ടാണ് ചില ചെറിയ ശിക്ഷകൾ അള്ളാഹു വെച്ചിട്ടുള്ളത്. അപ്പൊ ദുനിയാവിൽ ശിക്ഷ ഉണ്ടാകും. അതാണ് ചെറിയ ശിക്ഷ എന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം. ജനങ്ങൾ ചെയ്തു വെച്ചതിന്റെ ബലമായിക്കൊണ്ട് ഭൂമിയിലും കരയിലും കടലിലും ഒക്കെ എന്ത് ചെയ്തു, കുഴപ്പങ്ങൾ ഉണ്ടായി. എന്നിട്ട് പറയാം, ആ കുഴപ്പം അള്ളാഹു ഉണ്ടാക്കിയത് എന്താണ്, അവർ ചെയ്തു വെച്ചത് അവർ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ലഅല്ലഹും യർജിഊൻ, അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും, അവര് മടങ്ങും. അപ്പൊ ബദറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ശത്രുക്കൾക്ക് തോൽവിയാണ് ഉണ്ടാകുന്നത്, ശത്രുക്കൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതെന്താണ്, ചെറിയ ശിക്ഷയാണ്, അവർക്കുള്ള ചെറിയ ശിക്ഷയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ അസാബഹു മിനൽ ഖത്ലി വസ്സബി യൗമ ബദർ, ബദറിന്റെ ദിവസത്തിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്തു, അവർ തടവിങ്കലായി, മറ്റു ചില ആളുകൾ വധിക്കപ്പെട്ടു. അപ്പൊ ഇതൊക്കെ എന്തിൽ പെടും, ചെറിയ ശിക്ഷയിൽ ഉൾപ്പെടും.
രണ്ടാമത്തെ ഉദ്ദേശം, ചെറിയ ശിക്ഷ എന്നതിന്റെ ഉദ്ദേശം മരണത്തിന്റെ സമയത്ത് എന്തുണ്ടാകും? ഒരു വെപ്രാളുണ്ടാകും. മരണത്തിന്റെ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതാണെന്ത്? ചെറിയ ശിക്ഷ. ആ അക്രമകാരികൾ മരണവെപ്രാളത്തിലായിരിക്കുന്ന സന്ദർഭം നബിയെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ എന്ന് നബിയോട് പറയുന്നുണ്ട്. അപ്പൊ മരണത്തിന്റെ സന്ദർഭത്തിൽ എന്ത് ചെയ്യും? അക്രമകാരികളായ ആളുകളെ മലക്കുകൾ അടിക്കുകയും അവരുടെ റൂഹ് എന്ത് ചെയ്യും? എടുക്കുകയും ചെയ്യും. അപ്പൊ അവർക്ക് അവിടെ ശിക്ഷയുണ്ട്. അപ്പൊ ആ ശിക്ഷയാണെന്ത്? മറ്റൊരു ഉദ്ദേശം. ചെറിയ ശിക്ഷ എന്നതിന്റെ മറ്റൊരു ഉദ്ദേശം. എന്നാൽ ഈ ചെറിയ ശിക്ഷ പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? ഈ ചെറിയ ശിക്ഷ പൂർണ്ണമാകുന്നത് ഖബറിൽ ശിക്ഷ ലഭിക്കുമ്പോഴാണ്. ഈ ആയത്ത് എന്തിനുള്ള തെളിവാണ്? ഖബർ ശിക്ഷക്കുള്ള തെളിവാണ്. ചില ആളുകൾ പറയാറുണ്ട് ഖബറിൽ എന്തില്ല? ശിക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ഖുർആനിലുള്ള തെളിവാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ. ചെറിയ ശിക്ഷ എന്ത് ചെയ്യും? അവരെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. അത് അദാബുൽ ഖബറിലെ ശിക്ഷയാണ്. ചില ആളുകൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖബർ ശിക്ഷ എന്ത് ചെയ്തിട്ടില്ല, ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് ഖുർആനിൽ പറഞ്ഞത് മാത്രമാണ് സ്വീകരിക്കുക എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഖുർആൻ പോലും ചെയ്യാൻ പറ്റൂല, സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. കാരണം ഖുർആനിന്റെ ഓർഡർ അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആന്റെ ഓർഡറുകൾ. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ രൂപം അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ പറച്ചിൽ തന്നെ എന്തല്ല? ശരിയല്ല. ഇനി ഖുർആനിൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാലോ ഖുർആനിൽ ഉണ്ട് താനും. ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് ഈ ആയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സഹാബാക്കൾ വ്യാഖ്യാനിക്കുന്നിടത്ത് ഇതിന്റെ ഉദ്ദേശം അദാബുൽ ഖബറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെ എന്താണ്? അതിന് ധാരാളം. വഖാല അൽ ബറാഉ ഇബ്നു ആസിബ് വ മുജാഹിദ് വ അബൂ ഉബൈദ യഅനി ബിഹി അദാബുൽ ഖബർ. ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്താണ്? അദാബുൽ ഖബർ ആണ്. മുജാഹിദ് റഹിമഹുള്ളയാണ് പറയുന്നത്. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. മുജാഹിദ് റഹിമഹുള്ള തഫ്സീർ സ്വീകരിക്കുന്നത് സഹാബിയിൽ നിന്നാണ്. സഹാബിയിൽ നിന്ന് ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യുന്നുണ്ട്? തഫ്സീർ സ്വീകരിച്ച വ്യക്തിയാണ്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? വളരെ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ആശയം മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി അടുത്ത ആയത്തിൽ പറഞ്ഞു വെക്കുന്നത് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അക്രമകാരി ആര് എന്ന് പറഞ്ഞു വെക്കുക. വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ثم أعرض عنها إنا من المجرمين منتقمون. ومن أظلم ആരാണ് അക്രമകാരിയായിട്ടുള്ളത്? മിമ്മൻ ഒരുവനേക്കാൾ, ദുഃഖിറ ബിആയാതി റബ്ബിഹി. ദുഃഖിറ അവൻ എന്ത് ചെയ്തു? ഉത്ബോധിപ്പിക്കപ്പെട്ടു. എന്താണ് ഉത്ബോധിപ്പിക്കപ്പെട്ടത്? ബിആയാതി റബ്ബിഹി അവന്റെ റബ്ബിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, വചനങ്ങൾ എന്ത് ചെയ്തു? അവൻ ഉത്ബോധിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? സുമ്മ അഅറള അൻഹാ അതിൽ നിന്ന് എന്ത് ചെയ്തു? പിന്തിരിഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയാണ് ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അപ്പൊ ഈ പിന്തിരിഞ്ഞതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് ശിക്ഷാ നടപടി സ്വീകരിക്കും എന്നാണ് അല്ലാഹു പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ആയത്തിന്റെ ആദ്യത്തെ ഭാഗം വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറള അൻഹാ. അപ്പൊ ഏറ്റവും വലിയ അക്രമി ആര് എന്ന് ചോദിച്ചാൽ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് ആ ആയത്തുകൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ ആളാരാണോ ഓനാണെന്ത്? ഏറ്റവും വലിയ അക്രമകാരി, ഏറ്റവും വലിയ ദുൽമ ചെയ്തവൻ അവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്താൻ ഖതാദ റഹിമഹുല്ലാഹ് പറയാണ് ഇയ്യാകും വൽ ഇഗ്റാല അൻ ദിക്രി വൽ ഇഅറാല അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ഉത്ബോധനത്തെ തൊട്ട് പിന്തിരിയുന്നതിന് നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഫഇന്ന മൻ അഅറല അൻ ദിക്രിഹി ഫഖദ് ഇഗ്തറ. അല്ലാഹുവിന്റെ ഉത്ബോധനത്തെ തൊട്ട് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ വഞ്ചിതനായിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ഒരു മോശമായ ഗുണമുണ്ടോ, മോശമായ ഒരു കാര്യമുണ്ടോ എന്ന് കൂടി എന്ത് ചെയ്യണം? നമ്മൾ ആലോചിക്കണം. ഖുർആൻ കേട്ട് ഖുർആന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിന്റെ നേർ വിപരീതമാണ് ചെയ്യുന്നത് എങ്കിൽ ആ അക്രമത്തിന്റെ കൂട്ടത്തിൽ ആരും ഉൾപ്പെടും? നമ്മളും ഉൾപ്പെടും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആ ആയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നവാഖിദുൽ ഇസ്ലാം എന്ന പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു നാക്കിദ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ദീനിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു കാരണമാണെന്ത്?
അൽ ഇഅറാദു അൻ ദീനില്ലാഹ്, ദീനിൽ നിന്ന് എന്ത് ചെയ്യാ? പിന്തിരിയാൻ. ദീനിൽ നിന്ന് പിന്തിരിയ എന്ന് പറയുമ്പോൾ ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റും, മുസ്ലിം നാമധാരികളായിരിക്കും, പക്ഷെ നിസ്കരിക്കുന്നുണ്ടാവില്ല, നോമ്പ് നോക്കുന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എന്നാൽ പേര് കൊണ്ട് എന്തായിരിക്കും? മുസ്ലിം ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ദീനിൽ നിന്ന് പിന്തിരിയുന്ന ആളുകളുണ്ട്. ദീനുണ്ടോയെന്ന് വെച്ചാൽ ആളുകൾക്കിടയിൽ മുസ്ലിം എന്ന പേരുണ്ടാകും, എന്നാൽ നിസ്കാരവും നോമ്പും നിലയും ഒരു കാര്യവും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, സ്വീകരിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള വ്യക്തികൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. കാരണം പൂർണ്ണമായും ദീനിൽ നിന്ന് എന്ത് ചെയ്തു? പിന്തിരിയുന്ന അവസ്ഥയുണ്ടായി. ദീനിൽ നിന്ന് പിന്തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയുണ്ടാകും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്, ഇങ്ങനെ പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് അള്ളാഹു എന്താണ് ചെയ്യുക? ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. നമ്മൾ ഇൻതഖമ യൻതഖിമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാ നടപടി സ്വീകരിക്കാനാണ്. മുൻതഖിമൂൻ, നമ്മൾ എന്ത് ചെയ്യും? ശിക്ഷാ നടപടി സ്വീകരിക്കും. ആർക്കെതിരെ? മുജ്രിമീൻ, തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ. അടുത്ത ആയത്ത്, وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ فَلَا تَكُنْ فِي مِرْيَةٍ مِّن لِقَائِهِ وَجَعَلْنَاهُ هُدًى لِبَنِي إِسْرَائِيلَ وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ فَلَا تَكُنْ فِي مِرْيَةٍ مِّن لِقَائِهِ وَجَعَلْنَاهُ هُدًى لِبَنِي إِسْرَائِيلَ. 22-ാമത്തെ ആയത്തിന് ശേഷം അള്ളാഹു 23-ാമത്തെ ആയത്തിൽ പറഞ്ഞു വെക്കുന്നത് മൂസാ നബിക്ക് വേദഗ്രന്ഥം നൽകി എന്ന വിഷയമാണ്. അപ്പൊ കഴിഞ്ഞ ആയത്തുകളും ഈ ആയത്തും തമ്മിലുള്ള ചേർച്ച എന്താ? കഴിഞ്ഞ ആയത്തും ഈ ആയത്തും തമ്മിലുള്ള ചേർച്ച ഇപ്പൊ പറയുന്നത് മൂസാ നബിക്ക് വേദഗ്രന്ഥം നൽകി എന്നതുമായി ബന്ധപ്പെട്ട വിഷയം. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് ഏറ്റവും വലിയ അക്രമകാരി അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് പിന്തിരിയുന്നവനാണ്. അപ്പൊ അത് തമ്മിലുള്ള ബന്ധം എന്താ? അപ്പൊ അതാണ്. അപ്പൊ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞെന്താ? വേദഗ്രന്ഥങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഉത്ബോധിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് റസൂലിന് മാത്രം ലഭിച്ചതല്ല, മറിച്ച് ആർക്കും ലഭിച്ചിട്ടുണ്ട്? മൂസാ നബിക്കും ലഭിച്ചിട്ടുണ്ട്. അതിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേ വിഷയമാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മാത്രമായി പുതിയതായി അവതരിപ്പിച്ച ഒരു കാര്യമൊന്നുമല്ല എന്നാ പറഞ്ഞു വെക്കുന്നത്. അത് ആയത്ത് ചിലപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് മുമ്പത്തെ ആയത്തായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ, എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ എന്തുണ്ട്? പ്രകടമായ ബന്ധം അതിൽ കാണുന്നുണ്ട്. വലഖദ് ആതൈനാ മൂസൽ കിതാബ്, വലഖദ് തീർച്ചയായും ആതൈനാ നാം നൽകിയിട്ടുണ്ട് മൂസാ നബിക്ക് അൽ കിതാബ്. അൽ കിതാബ് എന്നാ പറഞ്ഞത്. നമ്മൾ പറഞ്ഞിരുന്നു അലിഫ് ലാം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിഷയം സ്പെസിഫിക് ആവും. മൂസാ നബിക്ക് ലഭിച്ച ഗ്രന്ഥം ഏതാണ്? തൗറാത്താണ്. മൂസാ നബിക്ക് തൗറാത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. ആ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നതാണ് ഏത് ഗ്രന്ഥം? വിശുദ്ധ ഖുർആൻ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നുണ്ട്. ഫലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്, ഫലാ തകുൻ, നീ ആകരുത്, ഫീ മിർയത്തിൻ, ഒരു സംശയത്തിൽ. എന്തിന്റെ വിഷയത്തിൽ? മിൻ ലിഖാഇഹി, മൂസാ നബിയെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ നീ എന്താകരുത്? സംശയാലോ ആകരുത്. മൂസാ നബി എന്ത് ചെയ്യും? കണ്ടുമുട്ടും. മൂസാ നബിയെ കണ്ടുമുട്ടുന്ന രംഗമുണ്ട്. ഇസ്രാഇന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മൂസാ നബിയെ കണ്ടുമുട്ടുകയും നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയുടെ കോലം എങ്ങനെയാണ്, മൂസാ നബിയുടെ ശരീരപ്രകൃതം എങ്ങനെയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മൂസാ നബി നല്ല ശക്തവാനായ ആളായിരുന്നു എന്നാണ്. കാരണം കിബത്ത് ഗോത്രമാണ്. ആ ഗോത്രത്തിലൊക്കെ ജനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ശരീര വണ്ണൊക്കെ ഉണ്ടാവും. അതാണ് മൂസാ നബിയുടെ ആയത്തിലൊക്കെ പറയുന്ന സമയത്ത് മൂസാ നബി ഇടിച്ച സമയത്ത് എന്ത് ചെയ്തു? ആള് മരിച്ചുപോയി എന്നാണ്. കാരണം അത്രയും എന്തുണ്ട്? അത്രയും ശരീരപ്രകൃതം ഉഷാറുള്ള ഒരാളായിരുന്നു. എന്നിട്ട് പറയണം അല്ലാഹു വജഅൽനാഹു, നാം അതിനെ ആക്കി. ഏതിനെ? ആ ഗ്രന്ഥത്തെ, ആ വേദഗ്രന്ഥത്തെ ഹുദൻ, സന്മാർഗം. അപ്പൊ ഹുദൻ, സന്മാർഗം. എപ്പോഴൊക്കെയാണ് അത് സന്മാർഗം? എല്ലാ സന്ദർഭത്തിലും എന്താണ്? സന്മാർഗമാണ്. ആർക്ക്? ലിബനി ഇസ്രായേൽ. അവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, സന്മാർഗം ആർക്കെന്നാ പറഞ്ഞത്? ജനങ്ങൾക്ക് എന്നാണോ പറഞ്ഞത്? അല്ല, മറിച്ച് ബനു ഇസ്രായേലുകാർക്കാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ബനു ഇസ്രായേലുകാർക്ക് എന്ന് പറഞ്ഞത്? മൂസാ നബിയുടെ സമൂഹത്തിന് മാത്രം ഖാസാണെന്ത്? തൗറാത്ത്. എന്നാ ഖുർആൻ അങ്ങനെയാണോ? അല്ല, ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഹുദയാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇവിടെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഖുർആനിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണെന്ത്? എല്ലാ ജനങ്ങൾക്കുമുള്ള മാർഗദർശനമാണ് ഖുർആൻ.
എന്നാൽ മറ്റു എല്ലാ വേദഗ്രന്ഥങ്ങളും അതത് കാലത്തേക്കുള്ളതാണ്. ആ കാലം കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? അത് പാലിക്കപ്പെടൂല. ആ കാലത്തേക്ക് മാത്രമായിരുന്നു. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത് وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا لَمَّا صَبَرُوا وَكَانُوا بِآيَاتِنَا يُوقِنُونَ وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا لَمَّا صَبَرُوا وَكَانُوا بِآيَاتِنَا يُوقِنُونَ. ബനൂ ഇസ്രായേലുകാരെ കുറിച്ചാണല്ലോ പറയുന്നത്. ബനൂ ഇസ്രായേലുകാർക്ക് അള്ളാഹു തൗറാത്ത് എന്ന വേദഗ്രന്ഥം നൽകി. അതിൽ ഉത്ബോധനമുണ്ട്, അതിൽ ഹുദയുണ്ട്, സന്മാർഗമുണ്ട്. എന്നിട്ട് അവർക്ക് നൽകിയ മറ്റൊരു അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു എടുത്തു പറയാം. വജഅൽന, നാം ആക്കിയിട്ടുണ്ട്, മിൻഹും, അവരിൽ നിന്ന്, ബനൂ ഇസ്രായേലിൽ നിന്ന് നാം ആക്കിയിട്ടുണ്ട്, അഇമ്മതൻ, ഇമാമുമാര്. എങ്ങനെയുള്ള ഇമാമുമാരാണ്? അവരുടെ പ്രത്യേകത എന്താ? യഹ്ദൂന, നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഇമാമുമാരുടെ പ്രത്യേകതയാണ്. എന്താ ചെയ്യുന്നത്? യഹ്ദൂന, സന്മാർഗം കാണിച്ചു കൊടുക്കുന്നു. ബി അംരിന, നമ്മൾ എങ്ങനെയാണോ കൽപ്പിച്ചത് അതുപോലെയാണ് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഇന്നത്തെ പുരോഹിതന്മാരുടെ അവസ്ഥയോ? ഖുർആനിൽ എന്താണോ ഇല്ലാത്തത് അതാണ് എന്ത് ചെയ്യാ? പറഞ്ഞു കൊടുക്കുക. ഖുർആനിൽ ഉള്ളത് എന്ത് ചെയ്യൂല? പറഞ്ഞെടുക്കൂല. അപ്പൊ ഇമാം ആകണമെങ്കിൽ ഇമാമിന്റെ ക്വാളിറ്റി എന്തായിരിക്കണം? യഹ്ദൂന ബി അംരിന, നമ്മുടെ കൽപ്പന അനുസരിച്ച് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആളാകണം ഇമാം. ലമ്മ സ്വബറു, എപ്പോഴാണ് അവർ ഇമാമാക്കി മാറ്റിയത്? ലമ്മ സ്വബറു, അവർ ക്ഷമിച്ചപ്പോൾ. അപ്പൊ ഈ ആയത്തിന്റെ ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങളാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന്, പ്രബോധനം നടത്തുന്ന, അള്ളാഹുവിന്റെ ദീന് കൈകാര്യം ചെയ്യുന്ന ഇമാമുമാർ, അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തേത് അത് കേൾക്കുന്ന ആളുകളാണ്, അത് ശ്രവിക്കുന്ന ആളുകൾ. അപ്പൊ നുബുവത്ത് കഴിഞ്ഞാൽ, നബി എന്ന പദവി കഴിഞ്ഞാൽ, റിസാലത്ത് എന്ന പദവി കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ പദവിയാണ് ഏത്? ഉലമാ എന്ന പദവി. അതാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ യഥാർത്ഥമായി ഭയപ്പെടുന്നത് ആരാണ്? ഉലമാക്കളാണ്. ഉലമാക്കൾ മാത്രമാണ് യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടുന്നത്. അതാണ് ഖശിയത്ത് എന്ന അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിവോടുകൂടി ഭയപ്പെടുന്നതിനാണ് എന്തെന്ന് പറയാം? ഖശിയത്ത് എന്ന് പറയാം. അറിവുണ്ട്, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഭയപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഇമാമിനുള്ള ക്വാളിറ്റി ആയിട്ട്, ഒരാൾക്ക് ഇമാം ആകണമെങ്കിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട ക്വാളിറ്റിയാണ് എന്ത്? ലമ്മ സ്വബറു, ക്ഷമിക്കണം. അപ്പൊ അവിടെയാണ് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ക്ഷമയുടെ ജീവിതമാണ് എന്ത് ചെയ്തത്? അവർ ജീവിച്ചത്. ഏത് പ്രവാചകൻ എടുത്തു നോക്കിക്കോ, എല്ലാ പ്രവാചകന്മാർക്കും എന്ത് വന്നിട്ടുണ്ട്? പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂനുസ് നബി ആകട്ടെ, യാക്കൂബ് നബി ആകട്ടെ, യൂസുഫ് നബി ആകട്ടെ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ട്. ആ പരീക്ഷണത്തിൽ എന്ത് ചെയ്തു? ക്ഷമ കൈക്കൊണ്ടു. ആ പരീക്ഷണത്തിൽ അങ്ങേയറ്റത്തെ ക്ഷമ കൈക്കൊണ്ടതുകൊണ്ടാണ് എന്തായിട്ട് മാറിയത്? ഇമാമുകളായി, നമ്മൾ പിൻപറ്റപ്പെടുന്ന പ്രവാചകന്മാരായിട്ട് അവർ മാറിയിട്ടുള്ളത്. അപ്പൊ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രതിസന്ധി ഘട്ടത്തിൽ ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ? അതെന്താണ്? വലിയ വിജയമാണ്. എന്നാൽ ക്ഷമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ സൽഗുണം നമ്മളിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിയാം. ക്ഷമ എന്ന് പറയുമ്പോൾ പലപ്പോഴായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്ഷമ എത്ര വിധമാണ്? ക്ഷമ എത്ര രൂപത്തിലുള്ള ക്ഷമയുണ്ട്? 3 രൂപത്തിലാണ് ക്ഷമ. 3 രൂപത്തിൽ. ഒന്ന്, നന്മകൾ ചെയ്യാൻ എന്ത് വേണം? ക്ഷമ വേണം. രാത്രി എഴുന്നേറ്റ് ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ എന്ത് വേണം? ക്ഷമ വേണം. സുബഹി നിസ്കാരത്തിന് കൃത്യമായി ജമാഅത്തിനെത്താൻ ക്ഷമ വേണം. രണ്ടാമത്തേത്, തിന്മകൾ വെടിയാൻ, തിന്മകൾ ഒഴിവാക്കാനും എന്ത് വേണം? ക്ഷമ ആവശ്യം. മൂന്നാമത്തേത്, മുസീബത്തുകൾ, അസ്വബ്റു അലാ അഖ്ദാരില്ല, അള്ളാഹു ഖദറാക്കിയത് ജീവിതത്തിൽ നടക്കും. അപ്പൊ അത് നടക്കുമ്പോൾ ക്ഷമിക്കാൻ എന്ത് വേണം? അത് നടക്കുമ്പോൾ, ആ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴുള്ള ക്ഷമക്ക് മനസ്സ് വേണം. ഈ 3 സന്ദർഭത്തിലും കൂടിയതാണ് എന്ത്? ക്ഷമ എന്ന് പറഞ്ഞത്. അപ്പൊ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ പലപ്പോഴും ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരു ഭാഗം മാത്രമാണ്. മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അത് മാത്രമല്ല, നന്മയുടെ വിഷയത്തിൽ ക്ഷമിക്കണം, തിന്മ ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ക്ഷമ വേണം. അപ്പൊ ഈ സന്ദർഭത്തിലൊക്കെ എന്ത് ചെയ്യണം? ക്ഷമകൾ കാത്തു സൂക്ഷിക്കുന്നവരാരാണോ അവരാണെന്ത്? ഇമാമത്തിന് അർഹരായ ആളുകൾ എന്നാണ് പറഞ്ഞു വെക്കുന്നത്.
എന്നിട്ടോ രണ്ടാമത്തെ അവരുടെ ഗുണം സബർ മാത്രം ഉണ്ടായ പോരാ, വകാനൂ ബിആയാതിന യൂഖിനൂൻ. വകാനൂ അവരാകുന്നു, ബിആയാതിന നമ്മുടെ ആയത്തിന്റെ വിഷയത്തിൽ, യൂഖിനൂൻ ദൃഢമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ യഖീനും വേണം, യഖീനും വേണം, ക്ഷമയും വേണം, യഖീനും വേണം. സുഫിയാൻ റഹിമഹുള്ള പറയാം, ലാ ബുദ്ദ ലിദ്ദീനി മിനൽ ഇൽം. ദീനിന് എന്ത് ആവശ്യമാണ്? ഇൽമ ആവശ്യമാണ്. ഏതുപോലെ കമാ ലാ ബുദ്ദ ലിൽ ജസദി മിനൽ ഖുബ്സ്, ശരീരത്തിന് തിന്നാൻ റൊട്ടി ആവശ്യമുള്ളതുപോലെ ദീനിന് എന്തും ആവശ്യമാണ്, ഇൽമും ആവശ്യമാണ്. ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു എന്നാണ്, അസ്സബ്റു മിനൽ ഈമാനി ബിമൻസിലത്തി റഅ്സി മിനൽ ജസദ് എന്ന വിഷയത്തെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഖൗലാണെന്ത്, അസ്സബ്റു. സബ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനൽ ഈമാനി ബിമൻസിലത്തി റഅ്സി മിനൽ ജസദ്, ശരീരത്തിന് തല എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം ഈമാനിന്റെ വിഷയത്തിൽ എന്തിനുണ്ട്, ക്ഷമക്കുണ്ട് എന്നാണ്. അപ്പൊ ഇത് എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ സുഫിയാൻ റഹിമഹുള്ള അദ്ദേഹത്തിന് ആയത്ത് ഓതി കൊടുത്തു, അലം തസ്മഅ ഖൗലഹു വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറു ലമ്മാ അഖദു ബിറഅസിൽ അംരി സാറു റൂസൻ. ഭയങ്കര ഇസ്തിദ്ലാലാണ് അദ്ദേഹം ചെയ്തത്. അതായത് ഈമാനിന്റെ തലയാണെന്ത്, ക്ഷമ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, അവർ ഈമാനിന്റെ തലയെ പിടിച്ചപ്പോൾ എന്തായി മാറി, സ്വാറു റൂസൻ, അവർ നേതൃപദവിയിലെത്തി ഉന്നതന്മാരായിട്ട് എന്ത് ചെയ്തു, മാറി എന്നുള്ളതാണ്. അപ്പൊ ഈമാനിന്റെ പ്രധാനപ്പെട്ട ഭാഗം ക്ഷമ. ആ ക്ഷമ പണ്ഡിതന്മാർ കൈകൊണ്ടത് തന്നെ അവരെന്തായി മാറി, ഉന്നതന്മാരായ, അതായത് പ്രവാചകന്മാർക്ക് താഴെയുള്ള ആളുകളായിട്ട് എന്ത് ചെയ്തു, അവർ മാറി എന്നാണ്. ഫബിസ്സബ്രി വൽ യഖീനി തുനാലുൽ ഇമാമത്തു ഫിദ്ദീൻ. ദീനിൽ ഇമാമത്ത് ലഭിക്കണമെങ്കിൽ രണ്ട് ഗുണങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഒന്നാമത്തേത് സബറും, രണ്ടാമത്തേത് യഖീനും. ദൃഢമായ വിശ്വാസം നമുക്കുണ്ടാകണം. അത് ഏത് കാര്യത്തിലായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയത്തിൽ ദൃഢമായ വിശ്വാസമുള്ള ഒരാളാണ് ദീനിൽ ഇമാമത്ത് ലഭിക്കുക. ഈ ബനൂ ഇസ്രായേലിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തു എന്നാണ് അള്ളാഹു പറയുന്നത്, അവരുടെ കൂട്ടത്തിൽ ഇമാമുമാരെ അള്ളാഹു ഉണ്ടാക്കി. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ബനൂ ഇസ്രായേലുകാർ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുന്ന, അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്ന ആളുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അവരുടെ വേദഗ്രന്ഥത്തെ തന്നെ അവരെന്ത് ചെയ്തു, മാറ്റിമറിച്ചു, ഇല്ലാത്തത് അതിൽ കടത്തിക്കൂട്ടി, അങ്ങനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ വിഷയത്തിൽ അങ്ങനൊക്കെ ചെയ്യുന്ന അവരുടെ വിഷയത്തിലുള്ള ഒരു തീർപ്പിനെ കുറിച്ചാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ഇന്ന റബ്ബക തീർച്ചയായും നിന്റെ റബ്ബ്, ഹുവ അവൻ മാത്രമാണ്. അവിടെ മാത്രം എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ന് വീണ്ടും പ്രയോഗിച്ചത്. മറ്റേത് ഇന്ന റബ്ബക്ക നിന്റെ റബ്ബ് എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സെന്റൻസ് പൂർത്തിയാവും. പക്ഷെ ഹുവ അവൻ മാത്രാണ്. എന്ത് ചെയ്യാം, യഫ്സിലു ബൈനഹും അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുക. അപ്പൊ ഖിയാമത്ത് നാളിൽ അതാണ് മാലികി യൗമിദ്ദീൻ, ഖിയാമത്ത് നാളിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞത്. ദുനിയാവിൽ പല ആൾക്കാർക്കും എന്തുണ്ടാകും, ഉടമസ്ഥാവകാശം ഉണ്ടാകും. പക്ഷെ ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അള്ളാഹ്ക്ക് മാത്രം. ഈ വിഷയത്തിലും അതേപോലെയാണ്. ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർപ്പ് കൽപ്പിക്കൽ ആരാണ്, അള്ളാഹുവാണ്. യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അവർക്കിടയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. ഫീമാ ഒരു വിഷയത്തിൽ, കാനൂ ഫീഹി ആ വിഷയത്തിൽ അവർ ആയിരുന്നു, യഖ്തലിഫൂൻ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. അപ്പൊ ആ അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയത്തിൽ എന്ത് ചെയ്യും, അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. അള്ളാഹു എന്ത് ചെയ്യും, ആരാണ് ശരിയുടെ പക്ഷത്ത്, ആരാണ് തെറ്റിന്റെ പക്ഷത്ത് എന്നൊക്കെ അവിടെ തീർപ്പ് കൽപ്പിക്കും. കാരണം ബനൂ ഇസ്രായേലിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസം വന്നു. അള്ളാഹു പറയണം, ഇതൊക്കെ എവിടെ തീർപ്പ് കൽപ്പിക്കപ്പെടും, ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എവിടുക്കാൻ മടങ്ങേണ്ടത്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്. ഇതാണെന്ത് ഏക മാർഗം. ഇത് രണ്ടിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ ശിക്ഷക്ക് എന്ത് ചെയ്യും, നിങ്ങൾ അർഹരാകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അടുത്ത ആയത്ത്, അവലം യഹ്ദി ലഹും കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാതിൻ
أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ ജീവിക്കുന്ന മുശ്രിക്കുകളോട് അഭിസംബോധന ചെയ്യാൻ അവലം യഹ്ദി ലഹും അവർക്ക് സന്മാർഗം ലഭിച്ചിട്ടില്ലേ, അവർക്ക് നേർവഴി മനസ്സിലായിട്ടില്ലേ? അവലം യഹ്ദി ലഹും കം അഹ്ലക്ന എത്ര ആളുകളെയാണ് അഹ്ലക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക. അഹ്ലക്കിനെ നാം എന്ത് ചെയ്തു? നശിപ്പിച്ചു. അവർക്ക് അറിയുന്നില്ല, അവർ ഗ്രഹിക്കുന്നില്ലേ എത്ര ആളുകളെയാണ് നമ്മൾ നശിപ്പിച്ചത്. മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ള, മിനൽ ഖുറൂനി സമൂഹത്തിൽ നിന്ന്, നൂറ്റാണ്ടിൽ നിന്ന് അവർക്ക് മുമ്പുള്ള എത്ര ആളുകളെയാണ് നമ്മൾ നശിപ്പിച്ചത്, എത്ര തലമുറകൾ. ഖുറൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറ. ഒരുപാട് തലമുറകൾ അള്ളാഹു നശിപ്പിച്ചു. ആ തലമുറയുടെ പ്രത്യേകത എന്താ? യംശൂന ഫീ മസാകിനിഹിം. ആ തലമുറയിലൂടെയാണ് ഈ പറയുന്ന അവിശ്വാസികൾ എന്ത് ചെയ്യുന്നത്? നടന്നു പോകുന്നത്. നശിപ്പിക്കപ്പെട്ട സമൂഹത്തിലൂടെ എന്ത് ചെയ്യുന്നു? അവർ നടന്നു പോകുന്നു. ആദ് സമൂഹം, സ്വാലിഹ് നബിയുടെ സമൂഹം, ലൂത്ത് നബിയുടെ സമൂഹം, ഇവരുടെ സമൂഹം നശിപ്പിക്കപ്പെട്ട സമൂഹമാണ്. ഇവരുടെ നാട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. എന്നിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ലേ? ഇന്ന ഫീ ദാലിക ലആയാത്. അതിലെന്തുണ്ട്? ചില ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. അതായത് ആ നാടുകളെ പറ്റി ആലോചിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്? പാഠം ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു ഒരു സമൂഹത്തെ ശിക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് പിന്നീട് വരുന്ന സമൂഹത്തിന് എന്താണ്? വലിയ പാഠമാണ്. അപ്പൊ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാത്ത ആളുകളാണ് ആര്? അവിശ്വാസികളായ ആളുകൾ. എന്നാൽ വിശ്വാസികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാഠങ്ങൾ എന്ത് ചെയ്യും? ഉൾക്കൊള്ളും. അത് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. മനുഷ്യൻ അതീവ ദുർബലനാണ് എന്ന് ഓരോ സന്ദർഭത്തിലും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം, എത്ര വലിയ അഹങ്കരിച്ച് നടന്ന മനുഷ്യനാണെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? ആ വീടിന്റെ അകത്തളത്തിലേക്ക് ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഫ്ലോറിഡ എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ആ സിറ്റിയിൽ ചെറിയൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്രയും ഉന്നതമായ വികസിത രാജ്യത്തിന് പോലും തടഞ്ഞു നിർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെന്തില്ല? പിന്നെ മനുഷ്യന്റെ ചിന്തക്കോ അവന്റെ ബുദ്ധിക്കോ അവന്റെ കഴിവിനോ യാതൊരു പ്രസക്തിയും അതിന്റെ മുമ്പിൽ ഉണ്ടാവില്ല. അപ്പൊ അല്ലാഹു ചില പാഠങ്ങൾ തരുമ്പോൾ ആ പാഠങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? ആ പരീക്ഷണങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു വെക്കാം. അഫല യസ്മഊൻ. അവർ കേൾക്കുന്നില്ലേ? ഖുർആന് എന്താണോ പറഞ്ഞു വെക്കുന്നത്, ഖുർആൻ എന്താണ് അവരോട് കൽപ്പിക്കുന്നത്, അതിനെക്കുറിച്ച് അവർ കേൾക്കുന്നില്ലേ? അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന മക്ക മുശ്രിക്കുകളോട് പറയാം, മുൻകഴിഞ്ഞ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ചെയ്തതുപോലെയുള്ള പ്രവർത്തനം ചെയ്തത് കാരണത്താൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ നാടിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്, എന്നിട്ടും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ലേ? നിങ്ങൾ വിശുദ്ധ ഖുർആൻ മനസ്സറിഞ്ഞ് മനസ്സിലേക്ക് തട്ടിച്ചുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കാം. അടുത്ത ആയത്ത്, അവലം യറൗ അന്നാ നസൂഖുൽ മാഅ ഇലൽ അർദിൽ ജുറുസി ഫനുഖ്രിജു ബിഹി സർഅൻ തഅകുലു മിൻഹു അൻആമുഹും വഅൻഫുസുഹും അഫലാ യുബ്സിറൂൻ. അവലം യറൗ അന്നാ നസൂഖുൽ മാഅ ഇലൽ അർദിൽ ജുറുസി ഫനുഖ്രിജു ബിഹി സർഅൻ തഅകുലു മിൻഹു അൻആമുഹും വഅൻഫുസുഹും അഫലാ യുബ്സിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് എന്ത് ചെയ്യാണ്? എടുത്തു പറയാം. അപ്പൊ അല്ലാഹു ശിക്ഷ എന്ത് ചെയ്യും? ശിക്ഷ വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. മുൻകഴിഞ്ഞ ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? പിന്നെ അവിടെ രക്ഷപ്പെടുക എന്നുള്ളത് ഒരിക്കലും ഒരാൾക്കും സാധിക്കൂല. സൂറത്തു മറിയമിലെ 98-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ ഔ തസ്മഉ ലഹും റിക്സ. ശിക്ഷിക്കപ്പെട്ട സമൂഹം ഉണ്ടല്ലോ, അവരെ നിനക്ക് അവിടെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം. നിനക്ക് അവരെ കാണാൻ പറ്റുമോ? അതല്ല, ഇനി കാണാൻ പറ്റുന്നില്ല എങ്കിൽ നേരിയ ശബ്ദം അത് നിനക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല, കാണാനും പറ്റൂല. നേരിയ ശബ്ദം പോലും അല്ലാഹുവിന്റെ ഖുർആനിനെ നിഷേധിച്ച് തള്ളി അതിനെതിരെ സംസാരിച്ച ആളുകളുടെ നേരിയ ശബ്ദം പോലും എന്തില്ല? നിലവിലില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അടുത്ത ആയത്തിൽ അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമാണെന്ത്? നിർജീവമായ ഭൂമി,
നശിപ്പിക്കപ്പെട്ട ഭൂമി അള്ളാഹു എന്ത് ചെയ്തു? ജീവനുള്ളതാക്കി മാറ്റി. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അവലം യറൗ, അവർ അവരുടെ കണ്ണുകൾ കൊണ്ട് അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹത്തെ അവർ കാണുന്നില്ലേ? അവലം യറൗ, അവർ കാണുന്നില്ലേ? അന്നാ നസൂഖുൽ മാഅ, നമ്മൾ എന്ത് ചെയ്തു? വെള്ളത്തെ തെളിച്ചു കൊണ്ടുവന്നു. നാമാണ് എന്ത് ചെയ്തത്? വെള്ളത്തെ തെളിച്ചു കൊണ്ടുവന്നത്. വെള്ളം എന്ത് ചെയ്തു? അള്ളാഹു കൊണ്ടുവന്നു. എവിടേക്കാ കൊണ്ടുവരുന്നത്? ഇലൽ അർദിൽ ജുറൂസി, വറ്റി വരണ്ട. ജുറൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിയാബിസ, വറ്റി വരണ്ടത് എന്നാണ്. അപ്പൊ വറ്റി വരണ്ട ഭൂമിയിലേക്ക് വെള്ളം നാമാണ് കൊണ്ടുവന്നത് എന്ന് അവർ കാണുന്നില്ലേ? അവർ കണ്ണുകൊണ്ട് ആ അനുഗ്രഹത്തെ ഉൾക്കൊള്ളുന്നില്ലേ? എന്നിട്ടോ ഫനുഖ്രിജു ബിഹി സർഅൻ, ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? കൃഷി. ഫനുഖ്രിജ്, നമ്മൾ പുറത്തു കൊണ്ടുവരുന്നു, ബിഹി, ആ വെള്ളത്തിലൂടെ, സർഅൻ, കൃഷികൾ. ആ കൃഷിന്റെ പ്രത്യേകത എന്താ? തഅകുലു മിൻഹു, അതിൽ നിന്ന് ഭക്ഷിക്കുന്നു. ആര്? അൻആമുഹും, അവരുടെ കന്നുകാലികൾ. വ അൻഫുസുഹും, ഇനി അവര് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ട്. അഫലാ യുബ്സിറൂൻ, ഇവർ കണ്ടറിയുന്നില്ലേ? ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടും ഇപ്പോൾ ഇങ്ങനെ നിഷേധിച്ച് നടക്കുകയാണോ എന്ന് അല്ലാഹു ചോദിക്കാം. അവിടെ ആയത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം അൻആമിനെയാണ് പറഞ്ഞത്. കൃഷി ഭക്ഷിക്കുന്നത് ആരാണ്? കന്നുകാലികൾ. ശേഷമാണ് എന്തിനെ പറഞ്ഞത്? മനുഷ്യനെ പറഞ്ഞത്. എന്തായിരിക്കും കാരണം? കാരണം ഒരു കൃഷിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉപകാരം എടുക്കുന്ന ആരാ? ഒരു നമ്മളെന്താ ചെയ്യുക? അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് വേറെ രീതിയിലാക്കി അതിലേക്ക് ആഡ് ചെയ്യേണ്ടതൊക്കെ ആഡ് ചെയ്ത് ആ രൂപത്തിലാണ് നമ്മൾ ഭക്ഷിക്കുക. എന്നാൽ അൻആമുകളോ അങ്ങനെയല്ല. അതെന്ത് ചെയ്യും? എല്ലാം ഭക്ഷിക്കുന്ന അവസ്ഥകളുണ്ടാവും. അപ്പം അത് അതിൻ്റെതായ രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നത് കന്നുകാലികളാണ്. അതോടൊപ്പം തന്നെ അവരൊരുപാട് ഭക്ഷിക്കുന്നുണ്ട്. കൃഷികളാണ് എന്ത് ചെയ്യുക? അവരൊരുപാട് ഭക്ഷിക്കുക. അപ്പം ഇതൊക്കെ കാരണത്താലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന അൻആമുകളെ മുന്തിച്ചത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനിയോ അവരും ഇതിൽ നിന്ന് ഭക്ഷിക്കുന്നത്. ഇതൊന്നും അവർ ആലോചിക്കുന്നില്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, പലപ്പോഴും ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടാവും അതിപ്പോ അതിന് മാത്രമുള്ള അനുഗ്രഹമാണോ എന്ന് തോന്നുന്നുണ്ടാവും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് നമുക്കാണ് അത് അനുഗ്രഹമായിട്ട് തോന്നാത്തത്. അതില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ നമുക്ക് അതിന് മാത്രമുള്ള ഒരു അനുഗ്രഹമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം, എന്നാൽ ഒരു ദിവസത്തെ ഭക്ഷണം ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് വായിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെതായ ആശയം മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഭക്ഷണം എന്ന് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടൽ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒന്നാണെന്ത്? ഈ പറയുന്ന നോമ്പ് എന്നുള്ളത്. ആ അനുഭവം എന്ത് ചെയ്യും? നമുക്ക് അള്ളാഹു അനുഭവിച്ചു തരും. സൂറത്ത് അബസയിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമി, അവന്റെ ഭക്ഷണത്തെ കുറിച്ച് അവരൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന്. ഒരു തീന്മേശയിലേക്ക് നിറം പകിട്ടാർന്ന ഭക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അന്നാ സബബുനൽ മാഅ സബ്ബ, എവിടുന്നാണ് ആ വെള്ളം അള്ളാഹു ചൊരിഞ്ഞത്? സുമ്മ ശഖഖനൽ അർള ശഖ്ഖ, പിന്നെ ഭൂമി എന്ത് ചെയ്തു? അള്ളാഹു അത് കൊണ്ട് കീറി. ഫഅംബത്നാ ഫീഹാ ഹബ്ബ, അതിൽ നിന്ന് ധാന്യങ്ങളെ മുളപ്പിച്ചു. വഇനബൻ വഖൽബ വസൈതൂനൻ വനഖ്ല വഹദായിഖ ഗുൽബ വഫാകിഹതൻ വഅബ്ബ. അപ്പോൾ ഒരു മഴയിലൂടെ ഉണ്ടാകുന്നതാണ് എന്ത്? വ്യത്യസ്ത കൃഷികൾ, വ്യത്യസ്ത പഴങ്ങൾ, വ്യത്യസ്ത വർഗ്ഗങ്ങളൊക്കെ എന്താണ്? അള്ളാഹു ഇറക്കി തരുന്ന മഴയിൽ നിന്നുണ്ടാകുന്നതാണ്. എന്നാൽ ആ ഭക്ഷണത്തെക്കുറിച്ച് മനുഷ്യൻ ആലോചിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കാം. അപ്പൊ ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വലിയ അനുഗ്രഹമാണ്. അപ്പൊ ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ആലോചിച്ചിട്ട് നിങ്ങൾക്ക് നന്മയിലേക്ക് വന്നുകൂടെ എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അപ്പോഴും നിഷേധത്തിന്റെ സ്വഭാവത്തിൽ ഇവര് റസൂലുമാരോട് ചോദിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, ويقولون متى هذا الفتح إن كنتم صادقين ويقولون متى هذا الفتح إن كنتم صادقين ويقولون, അവർ പറയും, متى هذا الفتح, നമുക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഒരു തീർപ്പ് കൽപ്പിക്കലുണ്ടല്ലോ, ശിക്ഷ വരും എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതെപ്പോഴാ? ആ തീർപ്പ് കൽപ്പിക്കൽ എപ്പോഴാണ്? ഇൻ കുൻതും സ്വാദിഖീൻ, ഓ പ്രവാചകന്മാരെ നിങ്ങൾ സത്യം പറയുന്ന ആളാണെങ്കിൽ എപ്പോഴാണ് ഇതൊക്കെ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, എന്താണ് നബിയെ താങ്കൾ അവരോട് പറയേണ്ടത് എന്ന കാര്യമാണ് അടുത്ത ആയത്തിൽ പറയുന്നത്.
قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون قل നബിയെ താങ്കൾ പറയുക യൗമൽ ഫത്ഹ് തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന തീരുമാനിക്കപ്പെടുന്ന ദിവസം ലാ യൻഫഉൽ ലദീന കഫറു അവിശ്വാസികൾക്ക് എന്ത് ചെയ്യൂല അത് യാതൊരു ഉപകാരവും ആ ദിവസത്തിൽ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. എന്ത് ഈമാനും ആ ദിവസം അവർ വിശ്വസിച്ചാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ആ വിശ്വാസം കൊണ്ട് അവർക്ക് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. വലാഹും യുൻദറൂൻ അവർക്ക് എന്ത് ചെയ്യൂല ആ സമയത്ത് വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ അവർ വിശ്വസിക്കാൻ തയ്യാറായി എന്നതിന്റെ പേരിൽ അവധി എന്ത് ചെയ്യൂല നീട്ടിക്കൊടുക്കൂല. യുൻദറൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നീട്ടിക്കൊടുക്കുക, യുംഹലൂൻ സമയം നീട്ടിക്കൊടുക്കുക. വലാഹും യുൻദറൂൻ അവർക്ക് സമയം നീട്ടിക്കൊടുക്കപ്പെടില്ല. അപ്പൊ അന്ന് തീരുമാനമായി കഴിഞ്ഞാൽ ആഖിറത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെന്തില്ല ഈമാൻ ഉപകരിക്കുകയില്ല. അപ്പൊ ഇവിടെ അവരോട് അള്ളാഹു എന്ത് പറയുന്നില്ല? ഖിയാമത്ത് നാൾ ഇന്ന ദിവസമാണ് എന്നൊന്നും പറയുന്നില്ല. മറിച്ച് ചോദിച്ചതിന് നേരെ ഉത്തരമല്ല കൊടുത്തത്, വേറെ രൂപത്തിലാണ് ഉത്തരം കൊടുത്തത്. അതായത് അന്ന് ഈമാനുള്ളവർക്കേ എന്തുണ്ടാവുള്ളൂ, അന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ അന്ന് അതൊക്കെ കണ്ട സന്ദർഭത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാലൊന്നും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്ന് പറയാൻ സമാനമായ ഒരുപാട് ആയത്തുകളുണ്ട്. ഫലമ്മാ ജാഅത്ഹും റുസുലുഹും ബിൽ ബയ്യിനാതി ഫരിഹു ബിമാ ഇൻദഹും മിനൽ ഇൽമി വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. പ്രവാചകന്മാർ സത്യസന്ദേശവുമായി വന്നപ്പോൾ എന്ത് ചെയ്തു? നിഷേധിച്ച് തള്ളി, അതിനെ കളിയാക്കി. ഫലമ്മാ റഔ ബഅസനാ അല്ലാഹുവിന്റെ ശിക്ഷയെ നേരിട്ട് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ആമന്നാ ബില്ലാഹ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വസിച്ചിട്ടുണ്ട്. വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ നമ്മൾ മുശ്രിക്കീങ്ങളാകുമ്പോൾ എന്തൊക്കെ വിശ്വസിച്ചിരുന്നോ അതൊക്കെ അവിശ്വസിച്ചിരിക്കുന്നു. ഫലം യകു യൻഫഉഹും ഈമാനുഹും അവരുടെ ഈമാൻ എന്ത് ചെയ്യില്ല, അവർക്ക് ഉപകരിക്കുകയില്ല. ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ് എന്ന് പറയാം. വഖസിറ ഹുനാലികൽ കാഫിറൂൻ കാഫിറുകൾ എന്ത് ചെയ്യും? ആ ഒരു സന്ദർഭത്തിൽ നഷ്ടക്കാരിൽ അവർ ഉൾപ്പെട്ടു പോകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയാം, പ്രവാചകരെ എന്താണ് താങ്കൾ ചെയ്യേണ്ടത്? ഫഅഅരിദ് അൻഹും വൻതദിർ ഇന്നഹും മുൻതദിറൂൻ ഫഅഅരിദ് അൻഹും വൻതദിർ ഇന്നഹും മുൻതദിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സമാധാനമേകുന്ന ആയത്താണ്. നബി ആർക്കാണോ പ്രബോധനം ചെയ്യുന്നത് അവരെന്ത് ചെയ്യണം? സത്യത്തിലേക്ക് എത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ആ പ്രവാചകനോട് പറയണത് ഫഅഅരിദ് അൻഹും, റസൂലിനോട് പറയാണ്, റസൂലെ ഫഅഅരിദ് അൻഹും അവരിൽ നിന്ന് എന്ത് പിന്തിരിഞ്ഞു, അവരെന്ത് ചെയ്യണ്ട, അവരെ താങ്കൾ ഗൗനിക്കേണ്ടതില്ല, കാര്യമാക്കേണ്ടതില്ല. വൻതദിർ എന്നിട്ട് എന്ത് ചെയ്യുക? കാത്തു നിൽക്കുക. ഇന്നഹും മുൻതദിറൂൻ അവരും എന്ത് ചെയ്യുന്നുണ്ട്? കാത്തു നിൽക്കുന്നുണ്ടല്ലോ. ആ ശിക്ഷക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? റസൂലെ താങ്കൾ കാത്തു നിൽക്കുക. അപ്പൊ അവരെ ഗൗനിക്കേണ്ടതില്ല, പ്രബോധനത്തിൽ മുന്നേറുക. അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾ എന്ത് ചെയ്യും? ഇസ്ലാം സ്വീകരിക്കും, അല്ലാത്ത ആളുകൾ അവിശ്വാസത്തിൽ തുടരും. അപ്പൊ പ്രബോധനത്തിന്റെ വിഷയത്തിൽ അവർ സ്വീകരിക്കുന്നില്ല എന്നത് എന്താകരുത്? അത് പ്രബോധനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. സൂറത്തുൽ അൻആമിലെ 106-ാമത്തെ ആയത്തിൽ ഇത്തബിഅ മാ ഊഹിയ ഇലൈക മിർ റബ്ബിക ലാ ഇലാഹ ഇല്ലാ ഹു, റസൂലേ താങ്കൾ എന്ത് ചെയ്യണം? വഹിയായി റബ്ബിങ്കലിൽ നിന്ന് എന്താണോ വന്നത് അതെന്ത് ചെയ്യാം? സ്വീകരിക്കുക. വഅഅരിദ് അനിൽ മുശ്രിക്കീൻ മുശ്രിക്കീങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം? വിട്ടു നിൽക്കുക, അവരിൽ നിന്ന് പിന്തിരിയാം, അവരെ ഗൗനിക്കേണ്ടതില്ല, പ്രബോധനത്തിൽ മുന്നേറണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? ആ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതോടുകൂടി അൽഹംദുലില്ലാ സൂറത്തു സജ്ദ എന്ത് ചെയ്തിട്ടുണ്ട്? അവസാനിച്ചിട്ടുണ്ട്. റമദാനിന്റെ ഏകദേശം 8ഓളം ക്ലാസ്സുകൾ, 4 ക്ലാസ്സുകൾ കൊണ്ട് സൂറത്തുൽ മുൽക്കും 4 ക്ലാസ്സുകൾ കൊണ്ട് സൂറത്തു സജ്ദയും എന്ത് ചെയ്തു? വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള വിശദീകരണം പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ടാണ് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ 2 സൂറത്തുകളും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് പാരായണം ചെയ്യൽ സുന്നത്തായ ഐച്ഛികമായ കർമ്മത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ബാധ്യത എന്നത് ഈ സുന്നത്തുകൾ ജീവിതത്തിൽ എന്ത് ചെയ്യാം? ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ കൂടി എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലേക്ക് വരണം എന്നത് ഉദ്ദേശപ്പെടുത്തിക്കൊണ്ടാണ് ഈ റമളാനിൻ്റെ അവസരത്തിൽ ഇങ്ങനെയുള്ളൊരു ക്ലാസ് നമ്മൾ സംവിധാനിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.